നമ്മുടെ മുൻപിലുള്ള സമയത്തെ നമുക്ക് വേണ്ടുമ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യമായ ദൈവത്തിൽ നിന്ന് രാത്രി നൽകപ്പെടുന്ന കർത്താവ് കൃപ ചെയ്യട്ടെ. തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കാൻ 2 ആഴ്ചയായി അത് ആരംഭിച്ചിട്ട് അതിന് ആദ്യത്തെ ആഴ്ച നമ്മൾ തെസ്സലോനിക്ക സഭ എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചു. 2ാമത്തെ ആഴ്ച നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിന്റെ എഴുതാനുള്ള കാരണം, ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചിന്തിച്ചു. ഈ 2 ക്ലാസ്സുകളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതോടനുബന്ധിച്ച് തന്നെ ഈ തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം എന്തിനെയൊക്കെ ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തീം, ഇതിന്റെ കീ ടോപ്പിക്സ് എന്താണ് എന്ന് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന നിലയിൽ ഒന്ന് പറഞ്ഞ് നമ്മുടെ പതിവ് പോലെയുള്ള വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയിലേക്ക് ഓരോ വാക്യങ്ങൾ വായിച്ചുള്ള ദിവന പഠനത്തിലേക്ക് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഇന്ന് നമുക്ക് എത്ര സമയം നമുക്ക് ലഭിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞ് നിർത്താൻ ഞാനും ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ തെസ്സലോനിക്ക സഭയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന്റെ പിന്നിലെ കാരണം അപ്പോസ്തലന് അവര് കൊടുത്ത ദാനങ്ങളുടെയോ ഗിഫ്റ്റിന്റെയോ അല്ലെങ്കിൽ അവര് അകമഴി, ഞാൻ പറഞ്ഞല്ലോ തെസ്സലോനിക്ക പട്ടണം വളരെ പ്രസിദ്ധമായ ഒരു പട്ടണവും അവിടെ ആ സഭയ്ക്കകത്ത് റിച്ചായ ആൾക്കാരൊക്കെ കാണാം, നമുക്കറിയില്ല. അപ്പോസ്തലൻ ഈ ചർച്ചിനെ ഇത്രയും സ്നേഹിച്ച് തന്റെ ഹൃദയത്തിന്റെ സ്നേഹം അങ്ങനെ ആ വികാര വായ്പോടെ പ്രകടിപ്പിക്കുന്നത് തനിക്ക് അവരിൽ നിന്ന് ലഭിച്ച ഭൗതിക നന്മയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ ദൈവത്തിന് കൊടുത്ത അവർക്ക് ലഭിച്ച, അവർ സ്വീകരിച്ച സുവിശേഷത്തിന് തക്കവണ്ണം അതിൽ നിന്ന് അവർ പുറപ്പെടുവിച്ച ആ ഫലം അപ്പോസ്തലന്റെ ഹൃദയത്തെ സകല പീഡനങ്ങളുടെ നടുവിൽ അങ്ങ് ബലപ്പെടുത്തി, സന്തോഷിപ്പിച്ചു, ആനന്ദിപ്പിച്ചു. അപ്പൊ അപ്പോസ്തലനോടുള്ള അറ്റാച്ച്മെന്റ് അതാണ്. ഇത് ഈ ആമുഖമായി ഞാൻ പറഞ്ഞോളട്ടെ, ദൈവസഭയിലെ ഓരോ പ്രിയപ്പെട്ടവരും, ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ഓരോ അവയവങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം യഥാർത്ഥമായി ദൈവവേല ചെയ്യുന്നവർ സ്ഥാനമോ മാനമോ പണമോ പ്രശസ്തിയോ ദാനങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ കർത്താവിന്റെ നിയോഗത്തിൽ വേല ചെയ്യുന്ന ശുശ്രൂഷകർ, വേലക്കാർ, അവരുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം എന്ന് ചോദിച്ചാൽ നമ്മെ വിളിച്ചവനെ പ്രസാദിപ്പിക്കുക. നമ്മളെ വിളിച്ച ദൈവത്തിന്റെ ഹിതം നമ്മൾ നിറവേറ്റുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് സന്തോഷമായി മാറും. നമ്മൾ പ്രത്യേകിച്ച് സന്തോഷിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മെ വിളിക്ക് യോഗ്യമാവണം നമ്മൾ ജീവിക്കും. ഓരോ അവയവങ്ങളും അവരവരുടെ ധർമ്മം ചെയ്യുമ്പോഴാണ് ശിരസ് സന്തോഷിക്കുന്നത്. അതുപോലെ തന്നെ ശിരസ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവസഭയെ നയിക്കുവാൻ, ദൈവസഭയ്ക്ക് ആവശ്യമായ ശുശ്രൂഷകരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ ഏത് പ്രയാസ വേളകളെയും തരണം ചെയ്ത് മുന്നേറുവാൻ അവരെ പ്രാപ്തരാക്കുന്ന വലിയൊരു സന്തോഷ കാരണമാണ് നാം ദിനത്തോട് കൊടുക്കുന്ന ഫലം, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന വിശ്വാസവും സ്നേഹവും പ്രത്യാശയും. അത് നമ്മുടെ അകത്ത് മാത്രം എന്താ പറയുക നിൽക്കുന്ന ഒരു വിശ്വാസമല്ല, അകത്തുനിന്ന് തുടങ്ങി പുറത്തേക്ക് അതെ കവിഞ്ഞൊഴുകുന്ന പ്രവൃത്തിയിലൂടെ, പ്രയത്നത്തിലൂടെ, സഹിഷ്ണുതയിലൂടെ, സ്നേഹത്തിലൂടെ, വിശ്വാസത്തിലൂടെ, പരസ്പരമുള്ള ആ ധർമ്മം ചെയ്യുന്നതിലൂടെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ആ പ്രയത്നത്തിൽ, പ്രവൃത്തിയിലാണ് ഈ കഷ്ടപ്പാടുകൾ, വേദനകൾ ആര് മറക്കുന്നറിയാമോ? നമ്മെ ക്രിസ്തുവിലേക്ക് നയിച്ചവർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അധികം പ്രതീക്ഷയോടെ ജാഗരിക്കുന്നവർ, ദൈവം നമ്മളെ നയിപ്പാൻ ആക്കി വെച്ചിരിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കൈത്താങ്ങ്, ഏറ്റവും വലിയ ആശ്വാസം, ഏറ്റവും വലിയ ആനന്ദത്തിന്റെ കാരണമാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കിങ്ങനെ തെറ്റിദ്ധരിക്കാനിരിക്കും ഇടവരരുത്. ദൈവസഭയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ചോദിച്ചാൽ വിലകൂടിയ സമ്മാനങ്ങളാലോ ദാനങ്ങളാലോ, അല്ലെങ്കിൽ നമുക്കുള്ള ഭൗതിക നന്മകളെ ഏറ്റവും അധികമായി ഷെയർ ചെയ്തിട്ട് നമ്മൾ ആത്മീയത്തിൽ നിഷ്ഫലന്മാരായി പോയാൽ സത്യവേലക്കാർക്ക് അതുകൊണ്ട് ഒരു സന്തോഷവും ഉണ്ടാകത്തില്ല. ഭൗതിക ലക്ഷ്യം വെച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു വരും. ഭൗതികം മതി, ഭൗതിക അനുഗ്രഹങ്ങളാൽ മറ്റുള്ളവർ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് ധാരാളമായിരിക്കാം. പക്ഷെ ക്രിസ്തു യേശുവിന്റെ വേലയിൽ അവന്റെ വിളിയാൽ, അവന്റെ നിയോഗത്താൽ ഇറങ്ങി തിരിച്ചവർക്ക് അവരുടെ ജീവിതത്തെ
നമുക്ക് മറ്റൊന്നും കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. നേരായി നാം പുറപ്പെടുവിക്കുന്ന വിശ്വാസത്താലും പ്രത്യാശയാലും സ്നേഹത്താലും നാം നിറവേറ്റുന്ന നമ്മുടെ അവയവങ്ങളുടെ ധർമ്മത്തിന്റെ ആ പൂർത്തി നാം ചെയ്യുന്ന ആ പ്രയത്നത്താലുമാണ് ക്രിസ്തീയ സന്തോഷം നമുക്ക് പകരുവാൻ കഴിയുന്നു. അത് അപ്പോസ്തലൻ പൗലോസ് ഒട്ടും മടിക്കാതെ തന്റെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ സന്തോഷവും ആനന്ദവും സാഹചര്യങ്ങൾ തന്നെ സന്തോഷിപ്പിക്കുന്നില്ല, പക്ഷെ അവിടുത്തെ ദൈവമക്കൾ പുറപ്പെടുവിക്കുന്ന ഫലം തന്റെ പീഡനങ്ങളുടെ നടുവിലും തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഒരു മടിയും കൂടാതെ പറയുന്നു. ആർക്കും ഇങ്ങനെ തോന്നരുത്. തെസ്സലോനിക്ക സഭയോട് അപ്പോസ്തലന് മുഖവശമുണ്ടെന്ന് തോന്നരുത്. അതെ, ശുശ്രൂഷകർ തങ്ങളെ തണുപ്പിക്കുന്ന ഹൃദയങ്ങളുള്ളവരോട്, പ്രയത്നം ചെയ്യുന്നവരോട്, അവരുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളപ്പോൾ അത് മുഖപക്ഷമായി ഒരിക്കലും കരുതരുത്. നാം പുറപ്പെടുവിക്കുന്ന ഫലത്തിന്റെ അനന്തര ഫലമാണ് സ്നേഹം. അതിന് നമ്മള് മറ്റൊരാളത് ചെയ്യുന്ന കണ്ടിട്ട് നാം അസൂയപ്പെടുകയല്ല വേണ്ടത്. നമ്മളെ ഏൽപ്പിച്ച ധർമ്മം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഓരോരുത്തരും ഓരോ അവയവങ്ങളും തങ്ങളുടെ ധർമ്മം തിരിച്ചറിയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതേ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അതിന്റെ ഫുൾ ഫംഗ്ഷനിൽ ഏറ്റവും മനോഹരമായി ഒരു ദേശത്തെ പ്രാദേശിക സഭ ശോഭിക്കപ്പെടുന്നത്. അപ്പോഴാണ്, അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. തെസ്സലോനിക്ക സഭ ഒരു ന്യൂ ബോൺ ചർച്ചായിരുന്നു, ഒരു യങ് ചർച്ചായിരുന്നു. പക്ഷെ ആ ചർച്ചിന്റെ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലന് വലിയ സന്തോഷത്തിന് സഭ കാരണമായി തീർന്നു. അപ്പോ അതാണ് സത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ വേറെ ഒന്നുമല്ല സന്തോഷത്തിന്റെ പിന്നിലെ കാരണം എന്ന് വ്യക്തമായി നമ്മൾ ഓർക്കണം. ഇത് ഈ തെസ്സലോനിക്ക ലേഖനം ഫോക്കസ് ചെയ്യുന്ന തീം എന്തൊക്കെയാ ചോദിച്ചാൽ, ഒന്ന് ഈ പ്രയത്നത്തോടെ, വളരെ പ്രത്യാശയോടെ, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഈ സഭ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇത്രയും ശക്തമായി പീഡനങ്ങളുടെ നടുവിൽ അവർ സഹിഷ്ണുത കാണിക്കുന്നുണ്ട്, അവർ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാകാവുന്നല്ല. നമ്മളുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമ്മളെ ധാർമ്മിക ജീവിതത്തിലേക്ക് തന്നെ നയിക്കണം, വിശുദ്ധ ജീവിതത്തിലേക്ക് തന്നെ നയിക്കണം എന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചു. കാരണം തെസ്സലോനിക്ക പട്ടണം കൊരിന്ത്യ പട്ടണം പോലൊക്കെ തന്നെ വളരെ അധാർമികത നിറഞ്ഞതായിരുന്നു. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ അതെ സെക്ഷൽ ഇമ്മോറാലിറ്റികൾ നടക്കുമായിരുന്നു. അതൊക്കെ ഒരു സൊസൈറ്റി കൾച്ചറിന്റെ ഭാഗമായിരുന്നു, അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി. അതിനെ പാപമെന്ന് മുദ്ര കുത്തപ്പെടാതെ തന്നെ അവർക്ക് അവരുടെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു സംസ്കാരമായിരുന്നു തെസ്സലോനിക്ക പട്ടണത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ അപ്പോസ്തലൻ അവർക്ക് മുൻതൂക്കം കൊടുക്കുന്നതറിയോ? നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് രീതിയെ പിന്തുടർന്നറിയോ? ഒരു കൗണ്ടർ കൾച്ചറൽ രീതി. നിങ്ങളായിരിക്കുന്ന സംസ്കാരത്തിന് വിരുദ്ധമായ അതിന് നേരെ ഘടകവിരുദ്ധമായി നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. പക്ഷെ ജീവിക്കേണ്ടത് എങ്ങനെയാ? വിശുദ്ധിയോടെ ജീവിക്കണം. നിങ്ങളുടെ സമൂഹം ഇന്ന് വരെ നിങ്ങൾ ചെയ്തു വന്ന പല ജീവിത രീതികളും അത് സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ ഇനിയും നിങ്ങളൊരു പുതിയ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുക, ദൈവരാജ്യത്തിന്റെ കൾച്ചറിലേക്ക്. യേശുവിന്റെ രാജ്യത്തിന്റെ ഒരു കൾച്ചർ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവരെ കമന്റ് ചെയ്യുമ്പോൾ തന്നെ, അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ അപ്പോസ്തലൻ തെല്ലും മടിച്ചില്ല അവരുടെ വിശുദ്ധ ജീവിതത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടവരെ അതിന് മുൻതൂക്കം കൊടുക്കുവാൻ. അത് വലിയൊരു പോയിന്റ് ആണ് ഇതിനകത്ത് തുടർന്നുള്ള ഭാഗം. 2, പീഡനങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങൾ പീഡനങ്ങൾ സഹിക്കണം. നിങ്ങൾ സഹിക്കുന്നുണ്ട്, ഇനിയും സഹിക്കേണ്ടതായി വരും. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം, ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് അവരെ ഉറപ്പിക്കുന്നു, സംശയങ്ങളെ മാറ്റിക്കൊടുക്കുന്നു. ഇത് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എങ്ങനെയാണെന്നോ, എവിടേക്കാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജീവിക്കേണ്ടത് ഏത് പ്രത്യാശയിലാന്ന് ചോദിച്ചാൽ, യേശുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രത്യാശയോടെ ജീവിക്കുന്ന നിങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഭൂമിയിൽ. കാര്യം ശരിയാണ്, നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാ വന്നത്. കാര്യം ശരിയാണ്, നിങ്ങൾ വിഗ്രഹങ്ങൾ ജീവനുള്ള ദൈവത്തിലേക്കാ തിരിഞ്ഞ്. കാര്യം ശരിയാണ്, ആത്മാവിന്റെ ശക്തിയാലും വലിയ കൺവിക്ഷനാലും നിങ്ങൾ തിരിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ആ വലിയ സന്തോഷമുണ്ട്. ഇതെല്ലാം വളരെ ശക്തമായി വെളിപ്പെടുന്നു. ഇതൊന്നും എന്താ പറയണ്ടേ, മാസിഡോണിയൻ പ്രദേശങ്ങളിലേക്കും അക്കായ പ്രദേശങ്ങളിലേക്കും ഇതൊന്നും പ്രസിദ്ധമായി. പക്ഷെ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പോൾ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, കൾച്ചർ നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൗണ്ടർ കൾച്ചറായി നിൽക്കണം. നിങ്ങളായിരിക്കുന്ന സംസ്കാരം അതിനെ പാപമെന്ന് വിളിക്കുന്നില്ലായിരിക്കാം. ക്ഷേത്രങ്ങളിൽ പോയി ദുർനടപ്പ് ഉണ്ടാകുന്ന ഒരു ദുർനടപ്പെന്ന് തെസ്സലോനിക്കയിൽ പറയത്തില്ല. പക്ഷെ തെസ്സലോനിക്ക സഭ അറിഞ്ഞിരിക്കണം, ഇനിയും നിങ്ങൾ അങ്ങനെ പോയാൽ അത് ദുർനടപ്പെന്ന് ദൈവം പറയും.
കൊരിന്ത്യയിലും തെസ്സലോനിക്കയൊക്കെയും അതെ വലിയ എന്താ പറയണ്ടേ സിവിലൈസ്ഡ് ആയ നഗരങ്ങളായിരിക്കും. വിദ്യാഭ്യാസവും അതെ അതെ എന്താ പറയണ്ടേ ടെക്നോളജിയും അല്ലെങ്കിൽ കൂടുതലായ സൗകര്യങ്ങളും വർദ്ധിക്കുന്ന ഒരു നാട്ടിൽ എന്തുമാകാം എന്നുള്ള തോന്നൽ ഇന്ന് ദൈവമക്കൾക്ക് ഉണ്ടായി തുടങ്ങി. ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പട്ടണത്തിൽ ഇങ്ങനെ പറ്റത്തില്ല. പട്ടണത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ, നഗരത്തിൽ ഇങ്ങനെ പറ്റത്തില്ല. ആ ചിന്താഗതി ഇന്ത്യയിലെ കേരളത്തിലെ ഇങ്ങനെ പറ്റത്തുള്ളൂ, ഡൽഹിയിൽ ഇങ്ങനെ പറ്റത്തില്ല. ഡൽഹിയിലെ ഇങ്ങനെ പറ്റത്തുള്ളൂ, ബോംബെയിൽ ഇങ്ങനെ ജീവിക്കാൻ. ഇന്ത്യയിലെ ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇന്ത്യ വിട്ടാൽ ഈ പറയുന്ന കിങ്ഡം കൾച്ചറിൽ ദൈവരാജ്യ സംസ്കാരത്തിൽ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്ക് പോവുക ദൈവജനം? കൗണ്ടർ കൾച്ചർ അല്ല, പിന്നെയോ ആ സംസ്കാരത്തെ എന്ന് പറയണ്ടേ അതിനെ പിന്തുടരുന്ന ഒരു തലമുറ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നുവെങ്കിലും വീണ്ടും ഇരുട്ടിന്റെ പ്രവർത്തികളെ ചെയ്യുന്ന ഒരു തലമുറയാകാൻ തെസ്സലോനിക്ക സഭയെ കുറിച്ച് അപ്പോസ്തലൻ ആഗ്രഹിച്ചില്ല. അപ്പോസ്തലരെ ട്രെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഉപദേശിക്കുകയാണ്. അതിന്റെ കാരണം തെസ്സലോനിക്ക പട്ടണത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പറയാം. ഞാൻ ഓൾറെഡി ഇപ്പൊ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ദൈവവചന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പ്രാരംഭത്തിൽ തന്നെ വേരൂന്നണ്ട ഒരു ദൈവിക മർമ്മമാണ് പറയുന്നത്. നാം സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. സംസ്കാരം ഏത് സംസ്കാരമാണെങ്കിലും അത് പാപമാണെങ്കിൽ നമുക്ക് കൗണ്ടർ കൾച്ചർ ആയേ പറ്റത്തുള്ളൂ. അതിന് നാമും നമ്മുടെ കുഞ്ഞുങ്ങളും തയ്യാറാകണം. അതിന് തയ്യാറാകാത്തിടത്തോളം കാലം നാം ദൈവരാജ്യത്തിലേക്ക് പ്രത്യാശ വെച്ച് യാത്ര ചെയ്തിട്ട് കാര്യമില്ല. തെസ്സലോനിക്കയിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പരസ്ത്രീ ബന്ധങ്ങൾ തെസ്സലോനിക്കയിൽ പാപമല്ല. അതിന് അവിടെ അതെ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൾച്ചർ ഉണ്ട്, കാലാകാലങ്ങളായി അത് ചെയ്തു വരുന്ന. പക്ഷെ അപ്പോസ്തലൻ പറയാം നിങ്ങളുടെ ഇടയിൽ നടക്കത്തില്ല. കാരണം നിങ്ങൾ എവിടേക്ക് വന്നു? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു. ഞാനിത് പറയുമ്പോൾ അതായിരുന്നു അപ്പോസ്തലൻ അവർക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ഹോളി ലിവിങ്ങിലേക്ക്, വിശുദ്ധ ജീവിതം അവർക്കറിയാം. അവർക്ക് പ്രത്യാശയും ധൈര്യവും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായ എന്താ പറയണ്ടേ ആ വിശ്വസ്തതയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട്, സ്നേഹമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദൈവസഭ അറിഞ്ഞിരിക്കണം, ദൈവസഭയുടെ ഒരു ക്വാളിറ്റി മറ്റൊരു എന്താ ഡിസ്ക്വാളിറ്റിയെ മൂടി വെക്കാനുള്ളതല്ല. ഓരോ അവയവങ്ങളും അറിഞ്ഞിരിക്കണം. എന്നിലുള്ള ദൈവമക്കളെ സ്നേഹിക്കാനുള്ള സ്നേഹം എനിക്ക് എന്റെ ജീവിതത്തിന്റെ മറ്റൊരു പാപവശത്തെ മൂടാൻ വേണ്ടി എനിക്ക് എന്റെ ഗുണത്തെ ഉപയോഗിക്കാൻ. എന്നിൽ നിറഞ്ഞു കവിയുന്ന വിശ്വാസം അതെത്ര പ്രസിദ്ധമായാലും ശരി, എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപമുണ്ടെങ്കിൽ ഞാൻ അതിനെ നിർവീര്യമാക്കിയേ. സഭയുടെ വിശ്വാസം അഖായ പ്രദേശങ്ങളിൽ, മാസിഡോണിയൻ പ്രദേശങ്ങൾ, ഗ്രീസ് മുഴുവൻ പ്രസിദ്ധമായാലും അപ്പോസ്തലൻ അവരുടെ രഹസ്യ ജീവിതത്തിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിമിത്തം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിച്ച വചനവും കഷ്ടതയിൽ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുതയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദവും സന്തോഷവും ആശ്വാസവും അപ്പോസ്തലൻ ഉളവാക്കി, തന്റെ സഹപ്രവർത്തകർക്ക് ഉളവാക്കി. അതങ്ങനെ തന്നെ വേണം. പക്ഷെ അത് ഹോളി ലിവിങ്ങിന്, ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക്, ഒരു പേഴ്സണൽ ഹോളിനെസ്സിലേക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പോകുന്ന ഒരു തെറ്റേ അല്ല. നിങ്ങളുടെ നാട്ടിൽ തെറ്റല്ലായിരിക്കും, ഇനിയും സഭയ്ക്കത് ചെയ്യാൻ. അതിന് പറയുന്ന പേരാണ് എ കൗണ്ടർ കൾച്ചർ വേ ഓഫ് ലൈഫ്. അത് എന്തിനു വേണ്ടിയാ? നാം സംസ്കാരത്തിനെതിരായിട്ടല്ല, നാം നാട്ടുനടപ്പിനെതിരായതുകൊണ്ടല്ല, നമ്മെ വിളിച്ച ദൈവരാജ്യ കൾച്ചർ അനുസരിച്ച് നമുക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള വലിയ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മേലുണ്ട്. നാം മനുഷ്യർക്കെതിരല്ല, നാം ഒരു നാട്ടുനടപ്പിനും എതിരല്ല, നാം ആർക്കും എതിരല്ല. അവർ നമുക്കാണ് എതിരാകുന്നത്. പക്ഷെ നമ്മുടെ ജീവിത രീതി കാണുമ്പോൾ അവർക്ക് തോന്നും നാം ഇതിനൊക്കെ എതിരാണെന്ന്. നമ്മുടെ ലക്ഷ്യം എല്ലാ സംസ്കാരത്തെ എതിർക്കുക, എല്ലാ നാട്ടുനടപ്പ്, ഇതൊന്നും നമ്മുടെ ജീവിത രീതിയല്ല.
പക്ഷെ നാം എതിർക്കുന്നതല്ല, പിന്നെയോ ദുർനടപ്പുണ്ടാകാതിരിക്കാൻ, പാപത്തിൽ ചെന്ന് വീഴാതിരിപ്പാൻ, അതെ ആവശ്യമില്ലാത്ത വിഗ്രഹത്തോട് ബന്ധപ്പെട്ട ഉത്സവങ്ങളിൽ കൈകൊടുക്കാതിരിപ്പാൻ, യേശു കർത്താവ് ഏറ്റുപറഞ്ഞവർക്ക് മറ്റൊരു കർത്താക്കന്മാർ ഉണ്ടാകാതിരിപ്പാൻ നമുക്ക് ഈ കൗണ്ടർ കൾച്ചർ ലൈഫിന് മുന്നോട്ട് പോയേ പറ്റൂ. വലിയ പ്രയാസമാ തെസ്സലോനിക്കയിൽ, വലിയ പ്രയാസമാ കൊരിന്ത്യയിൽ, വലിയ പ്രയാസമാ എടത്വായിലും, വലിയ പ്രയാസമാണ് നാം പാർക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ വീടുകളിലും. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ഒരു ദൈവത്തിൽ നിന്ന് എനിക്കറിയാം, നീണ്ട വർഷങ്ങൾ ദൈവത്തിന് ഒട്ടും യോജിക്കാത്ത സംസ്കാരത്തിന് അധിഷ്ഠിതമായ ഒരു ഭവനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഭവനത്തോട് ബന്ധപ്പെട്ട് ഒരു കൗണ്ടർ കൾച്ചർ സിസ്റ്റത്തിൽ നിൽക്കുക എന്നുള്ളതിന്റെ ആ ചലഞ്ച് എന്ന് ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുവരെ ഞാൻ ചെയ്തു വന്നത്, അതുവരെ സംസ്കാരത്തിന്റെ ഭാഗമായി, അതുവരെ അതേ പല പാരമ്പര്യങ്ങളുടെ ഭാഗമായി ചെയ്തു വന്ന കാര്യങ്ങൾ ഇനിയും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യം എന്നിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ കിങ്ഡത്തിന്റെ ആളായി, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു എനിക്ക് എന്നെ തന്നെ ഉറപ്പിക്കാം. എനിക്ക് എന്തും ചെയ്യാം, അതും കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ആർക്കെങ്കിലും തോന്നുകൾ ഓർത്തോണം, നിങ്ങൾ കിങ്ഡം കൾച്ചറിൽ അല്ല ജീവിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തിലല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ യാത്രയും അങ്ങോട്ടല്ല. നമുക്ക് തോന്നുന്നുണ്ടോ ചിലതിനൊക്കെ വിലക്കുണ്ടെന്ന്? നമുക്ക് തോന്നുന്നുണ്ടോ ചിലതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, ചിലതൊക്കെ പോകാൻ പറ്റത്തില്ലെന്ന്, ചിലതൊക്കെ പറയാൻ പറ്റത്തില്ലെന്ന്, ആ സംസ്കാരത്തിന് കൈ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കൊരു വലിയ കൂച്ചുവിലക്കുണ്ടാകും, നമുക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെങ്ങനെ ആനന്ദിക്കണം എന്നറിയാമോ? അത് വിളിച്ചറിയിക്കുന്നത് ഞാൻ കൾച്ചർ അനുസരിച്ചല്ല ജീവിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ സംസ്കാരം വിട്ട് എനിക്കൊരു കൾച്ചറിനെ പിന്തുടരണ്ട. I want to live a life worthy of the kingdom of God. I want to maintain a culture worthy of the kingdom of God. ദൈവരാജ്യത്തിന് യോഗ്യമായ ഒരു സംസ്കാരം എനിക്ക് പിന്തുടർന്നേ പറ്റൂ. അതിന് മുൻപിൽ ഒരു നിര തന്നെ ഭക്തന്മാരുടെ സാക്ഷിയുള്ള സമൂഹം ഉണ്ട്. ഒരു പട്ടണത്തെയും ഒഴിവൊഴിവായി പറയാൻ നമുക്ക് പറ്റത്തില്ല. എത്ര പ്രബലമായ, പ്രമുഖമായ, പുരാതനമായ, എത്ര മോസ്റ്റ് സിവിലൈസ്ഡ് ആയ നഗരത്തിൽ പാർക്കുന്നവരായാലും ദൈവരാജ്യത്തിന്റെ മുമ്പിൽ, യേശു രാജാവിന്റെ മുമ്പിൽ, യേശു കർത്താവിന്റെ മുമ്പിൽ നമുക്കൊരു എക്സ്ക്യൂസും ഇല്ല. കാരണം യേശു ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായി 33 വർഷം ജീവിച്ചത് അങ്ങനെയാണ് ജീവിച്ചത്. തന്റെ ഭക്തന്മാർ ജീവിച്ചു, അതെ വിശ്വാസ വീരന്മാർ ജീവിച്ചു. നാമും ജീവിച്ചേ പറ്റൂ. ജീവിക്കാൻ തന്നെ ദൈവം നമ്മളെ വിളിച്ചത്. രക്ഷിക്കാൻ അറിയാമെങ്കിൽ, യേശുവിന് കർത്താവിന് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അതെ പുറത്തു കൊണ്ടുവന്ന് വെളിച്ചത്തിലേക്ക് ആക്കാൻ കഴിയുമെങ്കിൽ വെളിച്ചത്തിൽ ജീവിപ്പിക്കാനും അറിയാം. അതിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. ഞാൻ തെസ്സലോനിക്കയിലാകട്ടെ, നിങ്ങൾ കൊരിന്ത്യയിലാകട്ടെ, അതെ ഫിലിപ്പിയക്കാരാകട്ടെ, എടത്വാക്കാരാകട്ടെ, തിരുവല്ലക്കാരാകട്ടെ, ബോംബെക്കാരാകട്ടെ, അമേരിക്കക്കാരാകട്ടെ, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇത് നാം ദൈവനെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിഞ്ഞിരിക്കേണ്ട ഒരു സന്ദേശമാണ്. അത് തുടക്കത്തിൽ തന്നെ ദൈവം ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാകും, വേഗത്തിൽ അത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പ്രധാനമായി ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ടോപ്പിക്കുകൾ എന്താ ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസിന്റെ ഊഷ്മളമായ തെസ്സലോനിക്കരോടുള്ള ബന്ധം, Paul's warm relationship with the Thessalonians. പിന്നെ സെക്ഷുവൽ മൊറാലിറ്റി, ലൈംഗിക ജീവിതത്തിൽ ധാർമ്മികമായി ഇടപെടേണ്ട വ്യക്തമായ നിർദ്ദേശങ്ങൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. പിന്നെയോ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലെ എടുക്കപ്പെടലും വിശ്വാസികളുടെ പുനരുത്ഥാനവും, rapture and resurrection of believers. ഇത് 5 ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. 4 ചെറിയ ചെറിയ അധ്യായങ്ങളായ 4 അധ്യായങ്ങളെ 1 തെസ്സലോനിക്കയിലുള്ളൂ. അതിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോസ്തലൻ തന്റെ വാം റിലേഷൻഷിപ്പ് 1-ാം അധ്യായത്തിൽ പങ്കുവെക്കാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം. പൗലോസും സിലാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പതിവ്
വന്ദനങ്ങൾ. ശ്രേഷ്ഠമേറിയ പതിവ് വന്ദനങ്ങളൊന്നും പോരാകത്തില്ല, ശ്രേഷ്ഠമേറിയത് തന്നെ ആണ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും സ്തോത്രം ചെയ്ത് കൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കുന്നു. അങ്ങനെ ഓർക്കപ്പെടേണ്ടതല്ലേ നമ്മൾ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളെ ഓർക്കും ഒരിക്കലും വ്യാകുലപ്പെടാൻ ഇടവരില്ല, അല്ലേ? നമ്മുടെ വിഷയം എത്ര സാരമുള്ളതായിക്കോട്ടെ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്തോ പീഡനങ്ങളോ കഷ്ടങ്ങളോ, പക്ഷെ നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ, അവയവങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ നയിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഓർത്തൊന്ന് നന്ദി പറയാൻ അവർക്ക് വകയുണ്ടാകണം. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, അവരെ സഭയിൽ കൂട്ടിച്ചേർത്തതിനായി നന്ദി കർത്താവേ, അവർ പുറപ്പെടുവിക്കുന്ന ഫലത്തിനായി നന്ദി കർത്താവേ, കഷ്ടങ്ങളിലും അവർ നിനക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് നന്ദി കർത്താവേ. We thank God for you. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അയ്യോ അല്ല, നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തോട് നന്ദി പറയാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. നിങ്ങളെ ഞങ്ങൾക്ക് അത് തന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഇത് തന്നു, നിങ്ങൾ ഞങ്ങളെ അങ്ങനെ സഹായിച്ചു, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ചെയ്തു. ഇതൊന്നുമല്ല, അതൊക്കെ ചെയ്യുന്നതിനൊക്കെ പ്രതിഫലമുണ്ട്, ചെയ്യുകയും വേണം. ഇതിന്റെ അർത്ഥം ചെയ്യേണ്ടതല്ല. പക്ഷെ അപ്പോസ്തലൻ പറയും, എനിക്ക് ഇവരെ കുറിച്ച്, എനിക്ക് തെസ്സലോനിക്കരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നന്ദി പറയണം. നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥന നിരന്തരം ഓർക്കുന്നു. അപ്പൊ 1-ാം അധ്യായം വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ, തെസ്സലോനിക്ക സഭയുടെ വിശ്വസ്ത മാതൃക, അവരുടെ എന്തുണ്ട് ആ തീഷ്ണമായ വിശ്വാസവും പ്രത്യാശയും, പീഡനങ്ങളാൽ ഒടുങ്ങിപ്പോകാത്ത, കഷ്ടങ്ങളാൽ വിട്ടുപോകാത്ത, അകന്നു പോകാത്ത അവരുടെ തീഷ്ണമായ വിശ്വാസവും പ്രത്യാശയും അപ്പോസ്തലൻ ശക്തമായി കമന്റ് ചെയ്യുകയാണ്. അത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിശ്വസ്തത, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും നിങ്ങളൊരു ഫെയ്ത്ത്ഫുൾ എക്സാമ്പിൾ ആണ്. നമ്മുടെ ദൈവവും പിതാവുമായ അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവൃത്തിയും, അതാണ് നമ്മുടെ വേർഷനിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും. 2-ാം വാക്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും എന്നുള്ളത് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. നിങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവൃത്തിയും സ്നേഹപ്രേരിതമായ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയുടെ ഉറപ്പും ഞങ്ങൾ ഓർക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് എപ്പോഴും ഈ 3 കാര്യം എടുത്തു പറയും. 1, വിശ്വാസം പ്രകടമാക്കുന്ന പ്രവൃത്തി. 2, നിങ്ങളുടെ സ്നേഹപ്രേരിതമായ പ്രയത്നം. 3, കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള ഒരു പ്രത്യാശയുടെ ആ ഉറപ്പ്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഇത് അപ്പോസ്തലൻ വളരെ ശക്തമായി എടുത്തു പറയുന്ന കാര്യമാണ്. ആക്റ്റീവ് ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ്. ഇത് പ്രകടമാക്കാനുള്ള ഒരു നല്ല സാഹചര്യം അവിടെ ഇല്ല. വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന തെസ്സലോനിക്ക സഭയ്ക്ക് ഒരു സാഹചര്യവുമില്ല. പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും ദൈവത്തിന് വേണ്ടി ഫലം കൊടുക്കാൻ അവർക്ക് കഴിയും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കുന്നു. എന്താണ് ഞങ്ങൾ ഓർക്കുന്നത്? എന്താണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത്? നമ്മുടെ ദൈവവും പിതാവുമായ
അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുന്ന പ്രവൃത്തിയും സ്നേഹപ്രേരിതമായ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള പ്രത്യാശ ഉറപ്പും ഞങ്ങൾ ഓർക്കുന്നു. ഇതാണ് 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. 4 തുടങ്ങുമ്പോൾ തുടങ്ങി ഇങ്ങോട്ട് വന്ന് ഓർക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. Power of the Holy Spirit. They experienced the power of the Holy Spirit. ദൈവം സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അറിയിച്ച സുവിശേഷം നിങ്ങളുടെ അടുക്കൽ എത്തിയത് കേവലം പ്രഭാഷണമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മ സാന്നിധ്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. അത് അവരത് എക്സ്പീരിയൻസ് ചെയ്തു. അവര് കൺവിക്റ്റഡ് ആയി. യെസ്, ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ഹി ഈസ് ദ മസ്സായ, ഹി ഈസ് ദ കിങ്. അവർക്കത് ഉൾനടത്തക്കവണ്ണം, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലത്തക്കവണ്ണം എന്ത് പ്രസംഗിച്ചുവോ ആ പ്രസംഗത്തെ, ആ പ്രഭാഷണത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ കൺവിക്റ്റഡ് ആയി. ഒരു കാര്യം അവിടെ വ്യക്തമാണ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ പ്രഭാഷണത്തിൽ വ്യാപരിച്ചപ്പോൾ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ നടന്നപ്പോൾ, ആ വചനം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അതുവരെയുള്ള സകല വ്യർത്ഥമായ പുതു പാരമ്പര്യങ്ങളെ വിട്ടുകൊണ്ട്, വിഗ്രഹങ്ങളെ വിട്ടുകൊണ്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയാനുള്ള തീരുമാനം എടുക്കാൻ തക്കവണ്ണം അവർ കൺവിക്റ്റഡ് ആയി. അങ്ങനെയാ തെസ്സലോനിക്ക സഭ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെയാ നാം ഓരോരുത്തരും സഭയുടെ ഭാഗമായി. അങ്ങനെ അല്ലാത്ത വരുന്നവരുടെ അവസ്ഥയെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലായി, നാം വളർന്നു വന്ന് പരിചയിച്ചു വന്ന് നാം ബന്ധപ്പെട്ടിരിക്കുന്ന വീടോ സമൂഹമോ ബന്ധുക്കളോ പള്ളിക്കാരോ നാട്ടുകാരോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ളവരോ അല്ല, ഏത് മതത്തിലായിക്കോട്ടെ, ഏത് സമുദായത്തിലായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ആയിരുന്നപ്പോൾ നമ്മളെ പറിച്ചു നട്ട ദൈവിക ശക്തിയായിരുന്നു. നമ്മളെ പറിച്ചു നട്ട, നമുക്ക് സ്വയം അവിടുന്ന് മാറി വരാൻ കഴിയത്തില്ലായിരുന്നു. നമുക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. നമ്മൾ പലതും ചിന്തിച്ച് ആകുലപ്പെടുന്നവരാ. നമുക്കറിയാം, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും, നാളെ ഭാവിയെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ വരും. ഇതെല്ലാം ഒരു നിമിഷത്തേക്ക് പിന്തള്ളിക്കൊണ്ട് നാം എടുത്ത തീരുമാനത്തിന് മേൽ പ്രവർത്തിച്ചതാരാ? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയും നമ്മുടെ ഉള്ളിലേക്ക് എന്ത് പകർന്നെന്നറിയാമോ? നമ്മുടെ ഉള്ളിൽ ഒരു ദൃഢനിശ്ചയം തന്നു. ആ പരിശുദ്ധാത്മാവിന്റെ പവർ, ആ ശക്തി, വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. കാണുന്ന തെസ്സലോനിക്ക പട്ടണത്തെ അല്ല നോക്കേണ്ടത്, കാണാത്ത ദൈവരാജ്യത്തിലേക്ക് ലക്ഷ്യം വെക്കാൻ ഈ പരിശുദ്ധാത്മ ശക്തി അവരെ പ്രേരിതരാക്കി. കാണുന്ന വീട്ടുകാരിലേക്കല്ല, എതിർക്കുന്ന വീട്ടിലേക്കല്ല, അതേ സമൂഹത്തിലേക്കല്ല, മതത്തിലേക്കല്ല, പള്ളിയിലേക്കല്ല, പട്ടക്കാരിലേക്കല്ല, പൂജാരിമാരിലേക്കല്ല, ലോകത്തിലെ ഒരു മത നേതാക്കന്മാരിലേക്കുമല്ല, മക്കളുടെ ഭാവിയിലേക്കുമല്ല. കാണുന്നതിനെ ഒരു നിമിഷം നമ്മുടെ മുമ്പിൽ മറപ്പിച്ചിട്ട് കാണാത്തതിലേക്ക് ലക്ഷ്യം വെക്കുവാൻ ഈ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു. അപ്പോസ്തലന് അറിയാം, അല്ലാതെ പൗലോസും ശീലാസും തിമോഥെയോസിനും തെസ്സലോനിക്കക്കാരെ വിടുവിക്കാൻ കഴിയത്തില്ല. കാണുന്നതിനെ രണ്ടാമതാക്കിക്കൊണ്ട് കാണാത്തതിനെ ലക്ഷ്യം വെക്കുവാൻ. ഇന്ന് രാത്രി ദൈവമക്കളെ കേട്ടോ, അങ്ങനെ ആയിരിക്കും ദൈവമക്കള് വിളിച്ചു പറയണം. അതെ, കാണുന്നതിനെ നോക്കി ആകുലപ്പെട്ടിരുന്ന, അതിനെ എപ്പോഴും കണക്ക് കൂട്ടിയിരുന്ന അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ സമൂഹത്തെയോ പള്ളിയോ പട്ടക്കാരെയോ പിണക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതെ നമ്മളെ ഒരു നിമിഷം കൊണ്ട് പറിച്ചു തന്ന ശക്തിയെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്.
ആ ശക്തി കൊണ്ടാണ് നമ്മളെ അടർത്തി മാറ്റിയത്. ആ ശക്തിയാണ് നമ്മളെ സമൂഹത്തിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. നമുക്ക് ധൈര്യം തന്നത്, നമുക്ക് ദൃഢനിശ്ചയം തന്നത്, ആർക്കും ഇളക്കാൻ കഴിയാത്ത തീരുമാനമായ പിന്നെ നമ്മൾ കാലെടുത്ത് വെച്ചത്. ഇന്നും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ നയിക്കുന്നോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്ക സഭയോട് പറയുക, എനിക്കറിയാം നിങ്ങൾ ആ വചനം കേട്ടപ്പോൾ കേവലം ഒരു പ്രസംഗം, ഒരു പ്രഭാഷണമായിട്ടല്ല നിങ്ങളത് കേട്ടത്. ആ പ്രഭാഷണത്തിൽ എന്ത് വ്യാപരിച്ചു? പരിശുദ്ധാത്മാവിന്റെ പവർ വ്യാപരിച്ചു. നിങ്ങളുടെ ഉള്ളിലേക്ക് ദൃഢനിശ്ചയം കൊണ്ടുവരുന്ന, ദൈവ സാന്നിധ്യം കൊണ്ടുവരുന്ന ശക്തിയോടുകൂടെ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്തു. ഞങ്ങൾ അറിയിച്ച സുവിശേഷം നിങ്ങളുടെ അടുക്കൽ എത്തിയത് കേവലം നമ്മളെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ സുവിശേഷം നമുക്കതാണല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല എന്ന് പറയുമ്പോൾ വചനത്തെ രണ്ടാം വാക്കുന്ന പോലെ തോന്നും അല്ലേ? അവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾ അറിയിച്ച സുവിശേഷം നിങ്ങളുടെ അടുക്കൽ എത്തിയത് കേവലം ഒരു പ്രസംഗമായി മാത്രം. എന്നാ കേട്ടേക്കാം, നല്ലൊരു പ്രസംഗം. ഒരു പ്രസംഗമായി മാത്രമല്ല, ഒരു പ്രഭാഷണമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മ സാന്നിധ്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ഇങ്ങനെയാണ് അവരുടെ ഉള്ളിൽ മാനസാന്തരം നടക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായി ദൈവസഭ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഞങ്ങൾക്ക് കൺവിക്ട് ചെയ്യാൻ കഴിയാത്ത അനേകരെ ഈ ദിനങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ കൺവിക്ട് ചെയ്ത് അവരുടെ ഉള്ളിൽ കർത്താവിന് നിൽക്കുവാനുള്ള ദൃഢനിശ്ചയം എടുക്കുവാൻ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണം. ആ ശക്തി അവരുടെ മേൽ പ്രവർത്തിക്കണം. അപ്പൊ എന്തു മറക്കും? അതുവരെ ചിന്തിച്ച എല്ലാ തടസ്സങ്ങളും ഒരു മറക്കും. നമ്മൾ മറന്നവരാ, നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ എങ്ങനെയാ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്ന് നോക്കിക്കേ, നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ, മുന്നിൽ നിൽക്കുന്ന അജാനുബാഹുക്കളായ അപ്പനെ, ആങ്ങളെ, വീട്ടുകാരെ, നാട്ടുകാരെ ഒക്കെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനം എടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കേട്ടത് കേവലം ഒരു പ്രസംഗമല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നമ്മുടെ ഉള്ളിൽ നമ്മളെ കൺവിക്ട് ചെയ്ത് നമ്മളെ ബോധ്യപ്പെടുത്തി പാപത്തെ, നീതിയെ, വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുള്ള സുവിശേഷം നമ്മുടെ അകത്തെത്തിയപ്പോൾ നാം തീരുമാനമെടുത്തു, ഇനി കാണുന്നവരെ നോക്കിയല്ല ജീവിക്കുന്നേ, കാണുന്നത് നഷ്ടപ്പെടുമെന്നല്ല ചിന്ത, കാണാത്തതും ഉള്ളതുമായ ശാശ്വതമായ നഗരത്തിലേക്ക്, കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലേക്ക് പോകണം. അതിനെ നഷ്ടപ്പെടുത്തിയാലും സ്ഥാനമില്ല. അതിന് സംസ്കാരമല്ല വലുത്, പിന്നെയോ ദൈവരാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മളെ വിട്ടുകൊടുക്കും. ഇന്ന് നമുക്കതിന് കഴിയണം, കഴിഞ്ഞേ മതിയാവും. അന്നൊരു ദിവസം എടുത്ത തീരുമാനം കൊണ്ട് തീരാനുള്ളതല്ലത്. ദിനം തോറും മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ തീരുമാനങ്ങൾ നന്മയും പൂർണ്ണതയും ദൈവപ്രസാദമുള്ള തിരിഹിതത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് എല്ലാ ദിവസവും മനസ്സിന് രൂപാന്തരം ഉണ്ടാകേണ്ടവരാണ് എന്ന് ദൈവത്തിൽ നമുക്കറിയാം. അതെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൗണ്ടർ കൾച്ചർ ലൈഫ് നയിക്കാൻ പറ്റൂ. അത് വലിയ പാടാണ്. നാം പോലും അറിയാതെ ഗ്രാജുവലി, ക്രമേണ നമ്മൾ ഒഴുകിപ്പോകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ നിർത്തുന്ന സമയം തീരുകയാണല്ലോ. അതെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവം സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, അവിടെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങള് അറിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ അതിശയിച്ചു പോകും. ഈ തെസ്സലോനിക്ക ഇത്രയും പ്രതികൂലം ഉണ്ടായിട്ടും ഇത്രയും കൾച്ചറിനോട് ഇഴകി ചേർന്നിരിക്കുന്ന ഈ ആൾക്കാർക്ക് എങ്ങനെ ക്രിസ്തുവിലേക്ക് വരാൻ കഴിയും? നമ്മുടെ ഒരു ചോദ്യമാണല്ലോ. അതാ യേശു പറഞ്ഞ മറുപടി, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അത് ചെയ്യുവാൻ ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമാണ്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ റിസൾട്ട് നമ്മൾ കാണുക തന്നെ. ശരി, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. സമയം ഇവിടെ അവസാനിക്കുന്നു. 8 മണിക്ക് മീറ്റിംഗ് നിർത്തണമെന്ന് അതെ നമ്മൾ മുന്നമേ തീരുമാനിച്ച കാര്യമായതുകൊണ്ടും എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള സമയമാണ്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തന്ന ചിന്തകളെ ഒന്നുകൂടെ ധ്യാനിച്ച് പ്രാർത്ഥിപ്പാനായി
ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് നമുക്ക് സഹോദരങ്ങളുമായി പരസ്പരം ഒരു ഊഷ്മളമായ ബന്ധമുണ്ടോ? ആ ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്? ഒരു വാം റിലേഷൻഷിപ്പ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ വാം റിലേഷൻഷിപ്പ്, ഈ ഊഷ്മളമായ ബന്ധം വെറുതെ ഉളവാകത്തില്ല. അത് നാം പുറപ്പെടുവിക്കുന്ന ഫലത്തിലൂടെ, പ്രകടമാക്കുന്ന വിശ്വാസത്തിലൂടെയും സ്നേഹപ്രേരിതമായ പ്രയത്നത്തിലൂടെയും, അതേ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ആ സ്ഥിരത, ആ പ്രത്യാശയുടെ സ്ഥിരതയും നമ്മൾ വെളിവാക്കുമ്പോഴാണ് ഊഷ്മളമായ ബന്ധത്തിലേക്ക് അത് നയിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് എന്നോട് അവർക്ക് ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവരോടുള്ള പോലെ ഇതാ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. വീണ്ടും ഞാൻ പറയുന്നു, മുഖപക്ഷമില്ലാതെ, ധനലക്ഷ്യമില്ലാതെ, സ്ഥാനമോഹമില്ലാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന പ്രിയപ്പെട്ടവരാൽ നിങ്ങൾ നയിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഊഷ്മളമായ ബന്ധം ആരുടെയും കുത്തകയല്ല. അത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന എല്ലാവർക്കും ആ ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കും. അല്ലാത്ത കാര്യം എനിക്ക് പറയാൻ അറിയത്തില്ല. അവിടെ മറ്റു പലതാ മാനദണ്ഡം. അവിടെ കൂടുതൽ കൊടുക്കുന്നവർക്കായിരിക്കും ഊഷ്മളമായ ബന്ധം. അവിടെ കൂടുതൽ കസേര കിട്ടിയാൽ ഊഷ്മളമായ ബന്ധം. അവിടെ കൂടുതൽ ഗിഫ്റ്റ് കൊടുത്താൽ ഊഷ്മളമായ ബന്ധം. അവിടെ കൂടുതൽ ഉയർത്തി പറഞ്ഞാൽ ഊഷ്മളമായ ബന്ധം. പാസ്റ്റർ പ്രാർത്ഥിച്ചു സൗഖ്യം, മീനാണ്ടി പ്രാർത്ഥിച്ചു സൗഖ്യം, അവർ വന്നപ്പോൾ അല്ലെങ്കിൽ അതെ അവർക്ക് ഇതൊക്കെ ആയിരിക്കും. എനിക്കതറിയില്ല, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുമില്ല, ഒട്ട് ശീലിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലർക്കും ഊഷ്മളമായ ബന്ധം ഉണ്ടാണെങ്കിൽ അകത്തെ ചില പ്രതീക്ഷകൾ നിറവേറണം. തങ്ങളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യം വെക്കുന്നതും നേട്ടങ്ങളും കൊയ്യുമ്പോഴാണ് പലരുമായി ഊഷ്മള ബന്ധം ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോസ്തലന് തെസ്സലോനിക്ക സഭയായിട്ട് ഊഷ്മള ബന്ധം ഉണ്ടായത് കൈമടക്കിന്റെ അടിസ്ഥാനത്തിലോ, ദശാംശത്തിന്റെ അടിസ്ഥാനത്തിലോ, ദാനങ്ങളുടെ അടിസ്ഥാനത്തിലോ, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലോ തുടർന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ നടുവിൽ ജീവിച്ചെന്നുള്ളത്. അപ്പോസ്തലൻ പറയാം, എന്റെ സന്തോഷം, എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോഴല്ല തിമോത്തി എന്തൊക്കെയാണ് തിമോത്തി തെസ്സലോനിക്കർക്ക് തന്നുവിട്ടെ, അയ്യോ ശീലാസൻ നമുക്ക് എന്തൊക്കെയാ തന്നുവിട്ടെ, അവര് തന്നെ അതിങ്ങെടുത്തേ, അവര് ഇതൊന്നുമല്ല അവരെ ഓർക്കുമ്പോ സ്തോത്രം ചെയ്യുന്നേ. അവര് മൂന്നും കൂടെ കൂടിയിരിക്കുമ്പോ അവര് പറയും, ഓ നമുക്ക് ഓർത്തിട്ട് പറ്റുന്നു, ഓ അവരുടെ വിശ്വാസ പ്രേരിതമായ പ്രവൃത്തി അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിച്ച് അവരുടെ ആ വിശ്വാസത്തെ വേല എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രകടമാക്കുന്നവരുടെ പ്രവൃത്തി ഓർക്കുമ്പോൾ തിമോത്തിയോസേ നന്ദി പറ, ദൈവത്തിന് നന്ദി. അവരുടെ സ്നേഹ പ്രേരിതമായ ആ പ്രയത്നം കണ്ടോ, നമുക്ക് ഒരുമിച്ച് നന്ദി പറയാൻ ദൈവത്തിന്. അവരുടെ പ്രത്യാശ കണ്ടോ, അതിന്റെ നിശ്ചയം കണ്ടോ, ഉറപ്പ് കണ്ടോ, നമുക്ക് നന്ദി പറയാം. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവം അവരെ നിലനിർത്തും, ബാക്കി അവർക്ക് വേണ്ടത് നമുക്ക് നൽകി കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഊഷ്മളമായ ബന്ധം തെസ്സലോനിക്ക സഭയുമായി അത് ഉറപ്പിക്കുന്നു അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് രാത്രി നാം മുഷിഞ്ഞു പോകാറുണ്ടോ? അതായത് ഹബേലിന്റെ ദൈവമായുള്ള ഊഷ്മളമായ ബന്ധം കണ്ടപ്പോ കായന് സഹിച്ചില്ല. കായന് ഉണ്ടാക്കാമായിരുന്നല്ലോ ആ റിലേഷൻഷിപ്പ് അല്ലേ? കായന് ഇഷ്ടപ്പെട്ടില്ല. ഓ ഇവൻ മാത്രമേ ഉള്ളൂ യാഗോർപ്പിന്, ഇവൻ മാത്രമേ ഉള്ളൂ ഒരു വിശുദ്ധൻ, ഇവൻ മാത്രമേ ഉള്ളൂ ഒരു ദൈവത്തെ പ്രസാദം, ബാക്കിയുള്ളവരുടെ ഒന്നും ഒരു വിലയില്ലേ. ഇങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഓർത്തോണം, അതെന്താ പ്രശ്നം അറിയാവോ? ജീവിതത്തിൽ ഫലം കൊടുക്കാൻ വയ്യ. അതായത് എന്തോ ഫലം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വഭാവ രൂപാന്തരത്തിലേക്കോ ഉള്ളിൽ നട്ട വിശ്വാസത്തെ പ്രകടമാക്കുന്ന പ്രവൃത്തിയിലേക്കോ വരാൻ കഴിയുന്നില്ല. പിന്നെയോ കൈ നനയാതെ മീൻ പിടിക്കണം. തന്റെ സഹോദരന്റെ ദൈവവുമായുള്ള ഊഷ്മളമായ ബന്ധം കൈനെ അസ്വസ്ഥനാക്കി. അപ്പൊ ദൈവം ചോദിച്ചു, നീ എന്തിനാ കുഞ്ഞെ ദേഷ്യപ്പെടുന്നേ, നീ എന്തിനാ കുഞ്ഞെ കോപാകുലനാകുന്നേ, നീയും അങ്ങനെ തന്നെ ചെയ്താൽ ഞാനും നീ തമ്മിൽ ഭയങ്കര കൂട്ടാകത്തില്ലേ? എല്ലാവർക്കും കൂട്ടാകണം, എല്ലാവർക്കും ചങ്കിനകത്ത് കയറി സാധനം പിടിക്കണം. പക്ഷെ ഞങ്ങൾ ഈ നിൽക്കുന്നതിന് അപ്പുറത്തോട്ട് മാറത്തില്ല, ഒന്നും മാറ്റത്തില്ല ഇങ്ങനെ. പക്ഷെ നോക്ക്, ദൈവസഭയിലെ അംഗമാകുവാൻ നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ല കാരണമായത്. അത് പ്രത്യേകം ഓർത്തോണം. നമ്മളുടെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ നാം വിശ്വസിച്ചതുകൊണ്ടാണ് നാം സഭയുടെ ഭാഗമായി. എന്നാൽ നമ്മുടെ പ്രവൃത്തിക്ക് എന്ത് സ്ഥാനമാണെന്ന് അറിയാമോ? അതാണ് അടുത്തത്. നമ്മുടെ പ്രവൃത്തികൾ എവിടെയാണ് പ്രയോജനപ്പെടുന്നത്, എന്താണ് അതിന്റെ സ്ഥാനങ്ങൾ, എന്താണ് അതിന്റെ മാനങ്ങൾ, എന്താണ് അത് ഗുണം ചെയ്യുന്നത്, എവിടേക്കാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങുമായും അങ്ങ് തന്നിരിക്കുന്ന സഭയിലെ മറ്റ് അവയവങ്ങളുമായി ഒരു ഊഷ്മളമായ ബന്ധത്തിന് ഞാൻ ആഗ്രഹിക്കുന്നു.
എന്നെ നടത്തുന്ന പ്രിയപ്പെട്ടവരെ, സന്തോഷിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന അവരുടെ കൊടും ചൂടിൽ, അവരുടെ കഠിന ശോധനയിൽ ഒരു വലിയ തണുപ്പായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് വേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വേണ്ടത് വിശ്വാസം പ്രകടമാക്കുന്ന അതെ ഒരു പ്രവൃത്തിയും സ്നേഹപ്രേരിതമായ പ്രയത്നവും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള അവന്റെ പ്രത്യാശയുള്ള ഉറപ്പും എന്നിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഈ തലമുറയിൽ നമ്മൾ ഒരു കൗണ്ടർ കൾച്ചർ ലൈഫിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. നാടോടുമ്പം നടുവേ ഓടുന്ന കൾച്ചറാണെങ്കിൽ നാടോടുമ്പം നടുവേ ഓടാതെ ദൈവത്തിന് വേണ്ടി നേരെ ഓടുന്നതാണ് കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടി തയ്യാറാവും? പട്ടണത്തിന്റെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ്, വീടിന്റെ എക്സ്ക്യൂസ് പറഞ്ഞ്, ഗ്രാമത്തിന്റെ എക്സ്ക്യൂസ് പറഞ്ഞ്, നഗരത്തിന്റെ പേര് പറഞ്ഞ് കർത്താവിനെ കളിപ്പിക്കാൻ നോക്കുമോ? അതോ നാം പറയും, ഏത് നഗരത്തിൽ ഞാൻ പാർത്താലും, ഏത് പട്ടണത്തിൽ, ഗ്രാമത്തിൽ, ഏത് വീട്ടിൽ ഞാൻ ആയിരുന്നാലും ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പ അതിനെന്നെ സഹായിക്കണേ. കാരണം അങ്ങ് രക്ഷിക്കാൻ മാത്രമല്ല, പേഴ്സണലി വെളിച്ചത്തിൽ കൊണ്ടുവരാൻ മാത്രമല്ല അങ്ങ് കഴിയുന്ന വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പിക്കാനും അങ്ങേക്ക് കഴിയും. അതിനങ്ങേക്ക് കരുത്തുണ്ട്. ആ കരുത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെയും നടത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.